ഹലോ ഗായ്സ്, നമുക്കൊന്നൊരു പുഡിംഗ് ഉണ്ടാക്കാവേ. അതിനായിട്ട് ഞാൻ 5 ടീസ്പൂൺ പഞ്ചസാരയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കാരമലൈസ് എടുക്കുന്നുണ്ട്. ഇനി ഇത് പെട്ടെന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്ത് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കവർ പാലൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 ടീസ്പൂൺ റവ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്, വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച മിക്സ് ഇതിലോട്ട് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ കാരമലൈസ് ഒഴിച്ചു കൊടുത്ത പാത്രത്തിലേക്ക് നമുക്ക് ഈ മിക്സ് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ആവിയിലൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പോഴും നല്ലതുപോലെ കുക്കായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് പോകും. ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.